ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ്. ഈ 3 ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, എത്ര ഫണ്ണാണ്, എത്ര വൈബാണ്, ഇതെല്ലാം ഈ വ്ലോഗിൽ ഫുള്ളായി കാണാം. സോ ഗൈസ്, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായി കാണണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. വിശ്വാസ പരിശീലന വിഭാഗം സംഘടിപ്പിക്കുന്ന 30ാമത് തീവ്ര ബൈബിൾ പഠന ക്ലാസ് പ്രധാനമായും നൽകുന്നത് പ്രത്യാശയുടെയും ദൈവവചനത്തിന്റെയും ശക്തി എന്നതാണ്. ആത്മാവിന്റെ പോഷണമായ പരിശുദ്ധ കുർബാനയിലൂടെ ആരംഭിച്ച് കളികളിലൂടെയും ക്ലാസുകളിലൂടെയും ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രദേഴ്സ്, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾപ്പെടുത്തി കളിയും പാട്ടും ഡാൻസുമായി 3 ദിവസങ്ങൾ ഈ അവധിക്കാലത്ത് ഓർത്തുവെക്കാൻ ഞങ്ങൾക്ക് തന്ന സമ്മാനം. പൊരിഞ്ഞ ചൂട് പോലും ഞങ്ങൾ അറിഞ്ഞതേയില്ല. 3 ദിവസങ്ങൾ മാനസികമായി ആധ്യാത്മികമായി ഞങ്ങൾക്ക് ഉണർവ് നൽകിയ ദിനങ്ങൾ. ഇതിന് നേതൃത്വം കൊടുത്ത ബ്രദേഴ്സ് ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരായ വൈദികരാകട്ടെ. ഇത്ര മനോഹര ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അച്ഛനും കൊച്ചച്ഛനും അധ്യാപകർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച പൂർവ്വപിതാക്കന്മാരെയും വിശുദ്ധരെയും പോലെ യേശുവിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിന്റെ വിളക്കായിരിക്കട്ടെ. ജോർജിയ ഹിയർ. ഇന്ന് ഞങ്ങളുടെ പഴങ്ങനാട് പള്ളിയിലെ ഇന്റൻസീവ് കോഴ്സിന്റെ ആദ്യ ദിവസമായിരുന്നു. ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് 3 ദിവസം ഇവിടെ ഈ ചൂടത്ത് ഇങ്ങനെ സഹിച്ച് ഇരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചിരുന്നതല്ല. രാവിലെ 6:45 വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി റാലിയായി പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് ഞങ്ങൾ പോയി. രാവിലെ ഹോളിലെത്തിയത് മുതൽ ഉച്ചയ്ക്ക് ഈ പ്രോഗ്രാം തീരുന്നത് വരെ സമയം പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അത്രയ്ക്ക് ഫണ്ണായിരുന്നു എല്ലാ ആക്ടിവിറ്റീസും ഗെയിംസും ആക്ഷൻസും. ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു ഫൺ ഗെയിമിലൂടെ ഞങ്ങൾ അത്രയും കുട്ടികളെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ടീം പടക്കളം. ഞങ്ങൾ മൊത്തം 63 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ശരിക്കും ബോയ്സ് ആയിരുന്നു കൂടുതൽ. ഞാൻ വിചാരിച്ചു അവർ ഷൈ ആയിട്ട് മാറിയിരിക്കുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു വൈബായിട്ട് എനർജറ്റിക് ആയിട്ട് എല്ലാ ഗെയിംസിലും ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ 3 ദിവസത്തെ IPCക്ക് നേതൃത്വം കൊടുക്കാൻ വന്നത് റൊഗാത്ത ബ്രദേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ഓർത്തത് ഒരു ധ്യാനം അല്ലെങ്കിൽ ഒരു റിട്രീറ്റ് പോലെയാണ്. പക്ഷെ അവരിവിടെ വന്ന് ഞങ്ങൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അവരും ഞങ്ങളും ഏകദേശം ഒരേ വൈബിലായിരുന്നു. ഈ ഫസ്റ്റ് ഡേ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് നാളത്തേക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് തിരിച്ചു പോകുന്നത്. Ready?
ഹലോ ഗൈസ്, എൻ്റെ പേര് ഇസബെല്ല ലിജോ. ഈ വർഷത്തെ IBCയുടെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നേരത്തെ വന്ന എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയായിരുന്നു ഞാൻ ഈ ഇൻറ്റൻസി കോഴ്സിന് വന്നത്. ബ്രദേഴ്സാണ് ക്ലാസ് എടുക്കുന്നതെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ധ്യാനം ആ മൂഡിൽ പോകുന്നതായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ IBC പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ക്ലാസ്സുകളിലൂടെ വളരെ മനോഹരമായിട്ട് ഈ ഒരു IBC നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രത്യാശയുള്ളവരായി ജീവിക്കാം എന്ന വലിയ പാഠമാണ് അഭിലാഷ് ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്. പ്രത്യാശയില്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നിരാശയുള്ളതായി തീരുന്നു. ഇനി ഞങ്ങളെ കാണാൻ വേണ്ടി എത്തിയത് ഫൊറോണയുടെ ഡയറക്ടറായ ഫാദർ സണ്ണു പുതുശ്ശേരിയായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും ഞങ്ങൾ അതിന് വളരെ രസകരമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. ഈ വർഷത്തെ IBCയുടെ ടീമായ പോപ്പിനെ പറ്റി അച്ഛനും പറയുകയുണ്ട്. 122 വാക്യം, അതായത് പണിക്കാവ് ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന്. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈശോയിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിത വിജയം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ജീസസ് ക്രൈസ്റ്റ്. ഇനി 3 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആന്റണി ബ്രദറിന്റെ അനുഭവം നമുക്കൊന്ന് കേട്ടാലോ. പഴങ്ങനാട് സെയിന്റ് അഗസ്റ്റിൻ ചർച്ചിൽ IBCക്ക് വരാൻ സാധിച്ചതിൽ ഞങ്ങൾ ബ്രദേഴ്സ് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ ഇടവകയുടെ പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. മറ്റെല്ലാ ഇടവകയിലും വ്യത്യസ്തമായിട്ട് ഇത് വെറുതെ ചുമ്മാ തമാശക്ക് പറയുന്നതല്ല, ഉള്ള കാര്യമാണ്. ഭയങ്കര ആക്റ്റീവായിരുന്നു പിള്ളേർ. സാധാരണ IBCക്കൊക്കെ ഇന്ന് രണ്ടാമത്തെ ദിവസം തൊട്ടാണ് പിള്ളേർ ആക്റ്റീവ് ആവണമെങ്കിൽ ഇത് ഫസ്റ്റ് ദിവസം തന്നെ പിള്ളേർ ഇത് പ്രതീക്ഷിച്ച് ഇത് നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വന്ന ഒരു ഇടവകയായിട്ട് ഇത് ഫീൽ ചെയ്തു. എല്ലാ ആക്ടിവിറ്റീസിലും പ്രാർത്ഥനകളിലും കുർബാനയ്ക്കൊക്കെ ആണെങ്കിലും പിള്ളേരുടെ പങ്കാളിത്തം വളരെ മനോഹരമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥനകൾ ഒച്ചത്തിൽ ചൊല്ലാനും ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും പിള്ളേർ നന്നായിട്ട് ശ്രമിച്ചു. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടുത്തെ വികാരിയച്ഛനും വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ കാറ്റേഴ്സും ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും. കുട്ടികൾ നന്നായിട്ട് ഫോൺ ചെയ്യാനും ആക്ടിവിറ്റീസിലൊക്കെ നന്നായിട്ട് പങ്കെടുപ്പിക്കാനൊക്കെ ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ടീവ് അവസ്ഥകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പഴങ്ങനാട് സെയിന്റ് അഗസ്റ്റിൻസ് ചർച്ചിലെ കാറ്റേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റും കുട്ടികളും അടിപൊളിയാണ്. IBC വളരെ നന്നായിട്ട് ഇവിടെ നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു.